لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا أوصيكم وإياي ثانيا بتقوى الله വിശ്വാസി ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുക. നമ്മുടെ ജീവിതം നമ്മുടേതാണ്, എൻ്റെതാണ്, ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ ഭൗതിക കാഴ്ചപ്പാടുകൾ വളർത്തിയെടുത്തിട്ടുണ്ട് എന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥ എന്തിനും ഒരു ഉടമസ്ഥനുണ്ടാവും. S26 മൊബൈൽ കമ്പനി ഇറക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം. iPhone 17 Pro ഇത് ഇറക്കുന്നത് മാങ്ങെറിയാനും ഇതുകൊണ്ട് പത്തിരി വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എന്തിനു വേണ്ടി ഇറക്കിയോ അത് സൃഷ്ടിച്ച നിർമ്മിച്ച നിർമ്മാതാക്കൾ പറഞ്ഞതനുസരിച്ച് അതിനെ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അത് എത്രയും വേഗത്തിൽ നശിച്ചു. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നഫ്സിനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ വലിയ നാശമായിരിക്കും. എന്റെ ദിക്റിൽ നിന്ന്, ഈ ഉത്ബോധനത്തിൽ നിന്ന് ആരാണോ പഴച്ചു പോകുന്നത് അവൻ വളരെ ഇടുങ്ങിയ കുടുസായ ഒരു ജീവിതം നയിക്കേണ്ടി വരുമെന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഇടുങ്ങിയ ജീവിതത്തിൽ ഒരു കുരുക്കിൽ പെട്ടുപോകാതിരിക്കാൻ പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന്റെ കുരുക്കഴിക്കുന്ന ട്രാപ്പുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒന്നായിക്കൊണ്ടാണ് റമദാനെ പരിചയപ്പെടുന്നത്. ആ റമദാൻ കൊണ്ട് നമ്മൾ അവസാനിച്ചപ്പോൾ എത്രത്തോളം നമ്മുടെ റിസൾട്ട് എന്താണ് എന്ന് പരിശോധിക്കുകയും, പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ SSLC പരീക്ഷയും +2 പരീക്ഷയൊക്കെ നടക്കണം. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു മാർക്ക് കണക്കൂടും, എത്ര കിട്ടും എന്നുള്ളത്. ഇതുപോലെ നമ്മൾ അത് ബാഡായിരിക്കുമോ, വെരി ബാഡ് ആയിരിക്കുമോ, ഗുഡ് ആകുമോ, വെരി ഗുഡ് ആയിരിക്കുമോ, നമ്മൾ ആവറേജ് ആണോ, എബോവ് ആവറേജ് ആണോ, എക്സലന്റ് ആണോ, ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ, എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കുമോ നമ്മുടെ റിപ്പോർട്ട് കാർഡിൽ, പ്രോഗ്രസ് കാർഡിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് ആലോചിക്കുന്നുണ്ട്. റമദാൻ എന്നുള്ളത് കേവലം ഒരു മാസത്തെ വ്രതമല്ല, അത് 11 മാസത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ബൂട്ട് ക്യാമ്പാണ്. ഇനി ആ ക്യാമ്പുകളിൽ അഥവാ ഒരു കായിക മത്സരത്തിന് ഇറങ്ങുന്ന ഒരു കായിക അഭ്യാസി ഒരുപാട് ദിവസങ്ങളിൽ ദീർഘസമയം നന്നായി കായിക പരിശീലനം നേടിയിട്ട് പോയിട്ട് വിശ്രമിക്കല്ല ചെയ്യുന്നത്. പിന്നെയാണ് യഥാർത്ഥ മത്സരത്തിന്റെ ഗോതയിലേക്ക് അയാൾ ഇറങ്ങുന്നതിന് മുമ്പാണ് പ്രാക്ടീസ്. 11 മാസക്കാലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നോമ്പിന്റെ നന്മയുടെ ധാർമ്മികതയുടെ ചട്ടക്കൂടിന്റെ മികവ് അത് പുറത്തെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇന്നു മുതലുള്ള നമ്മുടെ തുറസായ ഈ ജീവിതത്തിന്റെ പോർക്കളത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിക ദൃഷ്ട്യാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഹെവി ആയിട്ടുള്ള ഭാരിച്ച കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും നമ്മൾ വലിയ ബേർഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ റമദാനിൽ പ്രാക്ടീസ് ചെയ്തു. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ന്യൂറോപ്ലാസ്റ്റിസിറ്റി പഠനശാഖ പറയുന്നത് 21 ദിവസം മുതൽ 30 ദിവസം വരെ തുടർച്ചയായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മസ്തിഷ്കത്തിൽ ഒരു ഹാബിറ്റായി, ഒരു ശീലമായി മാറുന്നു എന്നതാണ്. അപ്പൊ ആ നിലക്ക് ഈ 21 മുതൽ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായക അവസാനത്തെ 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെറുതെയല്ല, ഇത്രമാത്രം മനഃശാസ്ത്രത്തോട് യോജിച്ച് പൊരുത്തപ്പെട്ടു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ദിവസങ്ങളിൽ എത്രത്തോളം നമുക്ക് നന്മകളെ സ്വായത്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി എടുക്കേണ്ടത് ഒരു വലിയൊരു യന്ത്രം. അത് സ്റ്റാർട്ട് ചെയ്യാൻ കുറെ എനർജി വേണം. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനർജി കുറച്ചേ വേണ്ടില്ല. ഏത് യന്ത്രമാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ പവർ വേണ്ടില്ല. നമ്മളൊരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റും എല്ലാം ഓഫ് ആവും. പിന്നെ എന്ത് ചെയ്യും? നമ്മളൊന്ന് തുമ്മുമ്പോൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തുമ്മലിന് വേണ്ടി എല്ലാം ക്ലോസ് ആകുന്നത് പോലെ. പക്ഷേ പിന്നീട് കുറഞ്ഞ ഇന്ധനം ആവശ്യമുള്ളൂ. നോമ്പിൽ
കൂടുതൽ ഇന്ധനം നമ്മൾ ചെലവഴിച്ചു. ഇനി നമുക്ക് ഈ നോമ്പിൽ നേടിയെടുത്ത കരുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ആവേശത്തിൽ റമദാനിൽ ചെയ്തു, റമദാനിനോട് കഴിഞ്ഞോടുകൂടി നമ്മൾ അതിന്റെ പ്രതിഫലമൊക്കെ അള്ളാഹിന്റെ അടുത്ത് ആ പ്രതിഫലമൊക്കെ നമ്മുടെ പേരിലാക്കി എഴുതി ഒപ്പിട്ട് റിസീവ് ചെയ്ത് അള്ളാഹ് അപ്രൂവ് ചെയ്ത് വാങ്ങി. ഇനി കുഴപ്പമില്ല, ഇനി നമ്മൾ വഴിപഴിച്ചാലും ഒരു മാസത്തെ സൽക്കർമ്മങ്ങൾ അക്കൗണ്ടിലാക്കി എന്ന് വിചാരിക്കേണ്ടതില്ല. നിരന്തരം നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ നേടിയെടുത്ത ആത്മീയമായ മികവ് അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു വെല്ലുവിളി കൂടി നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത വിശുദ്ധി അത് നേടിയെടുക്കുകയും അത് മരണം വരെ ഇസ്തിഖാമത്തോടു കൂടി അത് നിലനിർത്തുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിവില്ലായ്മ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് അക്കൂട്ടത്തിൽ വെച്ച് തനിച്ചിരുന്നു ഇരുട്ടത്തും വെളിച്ചത്തും നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും തിന്മകളും ഹറാമുകളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാനിൽ നേടിയെടുത്ത എല്ലാ ആത്മവിശുദ്ധിയും തഖ്വയും ഈമാനും ഖുശൂഉം അത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അതുകൊണ്ട് ജീവിച്ചു പോകാൻ തഖ്വ പാലിക്കുവാനുള്ള ഈമാൻ അല്ലാഹുവിന്റെ എല്ലാ കരുണയും കടാക്ഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ ഈ പുണ്യദിനത്തിലും വലിയ പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിൽ നിന്നൊക്കെ മുക്തിയും ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് നിൽക്കുകയും ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏത് പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും ഈമാനിന്റെ കരുത്തുകൊണ്ട് അതിനൊക്കെ അതിജീവിക്കാനുള്ള വിൽ പവർ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹു അവരുടെ നല്ല മുറാദുകൾ മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതാന്ത്യം വരെയും അവരുടെ ജീവിതാന്ത്യം വരെയും അവരെ തിരിച്ച് സ്നേഹിക്കാനും പരിപാലിക്കാനും പരിചരിക്കുവാനും ആരോഗ്യവും സമ്പത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وصيامنا وصلاتنا وزكاتنا وصالح أعمال كلنا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين.